ഓപ്പറേഷൻ താമര അമൃത്സറിലേക്ക് കയറിയിരിക്കുകയാണ്. സുവർണ ക്ഷേത്രമുള്ള അമൃത്സർ പഞ്ചാബിലേക്ക് കയറിയിരിക്കുകയാണ്. 2027 പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ മാത്രമല്ല എല്ലാവരെയും എടുത്ത് നിലത്തടിക്കുന്ന രീതിയിൽ വളരെ വലിയ രൂപത്തിലാണ് BJP അടിച്ചു കയറുന്നത്. BJPയുടെ ആം ആദ്മി പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട MP ആയ രാഘവ് ഛത്ത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട MP ആണ്. അവരെ പൊക്കി അദ്ദേഹം AAP രാജിവെച്ചു. അദ്ദേഹം ആം ആദ്മിയിൽ നിന്ന് പോയി BJPയിലേക്ക് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സന്ദീപ് പാഠക്, അശോക് മിത്തൽ എന്നിവ വെള്ളിയാഴ്ച തന്നെ ചേർന്ന് കഴിഞ്ഞു. ബാക്കി 10 MP-മാരിൽ 7 MP-മാരും രാജിവെച്ചു. അതിൽ വനിത അടക്കമുള്ള 7 പേരും രാജിവെച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നേ ഉള്ളൂ. രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളിൽ വരാൻ പോകുന്നേ ഉള്ളൂ. 29-നാണ്. അതിനിടയിലാണ് 27 പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള BJP ശക്തമാക്കി. രാഘവ് ഛത്തയും 6 MP-മാരും BJPയിൽ ചേർന്നു. ഏറെക്കാലമായി കടക്കാൻ കഴിയാതിരുന്ന മറ്റൊരു സംസ്ഥാനത്ത് കൂടി, പഞ്ചാബിൽ കൂടി BJP കടക്കുകയാണ്. അത് വളരെ വലിയ ഇതാണ്. ബീഹാറിലെ ഗംഗാ നദിയെ ചൂണ്ടിക്കൊണ്ട് നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തി. അന്ന് ബീഹാറിൽ നിതീഷ് കുമാറിനെ കൂടി സാക്ഷി നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന, വലത് കൈ ഇടത്തോട്ട് നീട്ടി പറഞ്ഞു, ഇനി അടുത്തത് നമ്മൾ ബംഗാളാണ്, അത് കഴിഞ്ഞാൽ കേരളമാണ്. അതേ കൈ തന്നെ വലത്തോട്ട് നീട്ടി പറഞ്ഞു, ഗംഗ മുകളിലേക്ക് താഴേക്ക് ഒഴുകുന്നത് ബംഗാളിലേക്കാണെങ്കിൽ മുകളിലോട്ട് ഒഴുകുന്നത് അല്ലെങ്കിൽ മുകൾ ഭാഗം കിടക്കുന്നത് പഞ്ചാബിലാണ്. ആ പഞ്ചാബ് നമ്മൾ പിടിച്ചിരിക്കും എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. അവർ വലിയ ലക്ഷ്യമാണ് 2027 കാണുന്നത്. 2027 ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറക്റ്റ് 1 വർഷം ഇല്ല. അതിനു മുമ്പാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പഞ്ചാബിൽ ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ ആണ് BJP ശ്രമിക്കുന്നത്. പ്രാദേശിക മുഖങ്ങളുടെ അഭാവമായിരുന്നു. അവിടെ അകത്തുള്ള ശക്തരായ പ്രാദേശിക ആളുകളില്ല എന്നിരുന്നായിരുന്നു. പക്ഷേ രാഘവ് ഛത്തയെ പോലുള്ള ആളുകളെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ അവിടെ മറ്റൊരു അണ്ണാമലയെയോ അല്ലെങ്കിൽ മറ്റൊരു രാജീവ് ചന്ദ്രശേഖരനെയോ അല്ലെങ്കിൽ മറ്റൊരു ഈ പറഞ്ഞ ഒരു പുതിയ മുഖത്തെ അവർ അവിടെ അവതരിപ്പിക്കുകയാണ്. അതായത് 2020 കാർഷിക നിയമനത്തിലുള്ള സഖ്യം പിരിഞ്ഞ ശേഷമാണ് സ്വന്തം നിലയ്ക്ക് അടിത്തറ വിപുലമാക്കാൻ. 2020 വരെ അകാലിദളുമായിട്ടും പലരുമായിട്ടും സഖ്യമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് BJP. പക്ഷേ 2020 അവർ അടിച്ചു പിരിഞ്ഞു. അതിനുശേഷമാണ് മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ പാളയത്തിലെത്തിച്ച് നേരത്തെ തന്നെ BJP പഞ്ചാബിൽ നിലമൊരുക്കി. പക്ഷേ എങ്കിലും അത് വേണ്ടത്ര മുന്നോട്ട് പോയില്ല. പിന്നീട് കോൺഗ്രസിൽ നിന്ന് വന്ന രവനീത് സിംഗ് ബിട്ടുവിനെയും അണിയറയിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ BJPയിൽ ചേർന്ന രാഘവ് ഛത്ത, ഹർഭജൻ സിംഗ് തുടങ്ങിയവർ പാർട്ടിക്ക് വലിയ കരുത്താകുമെന്നാണ് BJP കരുതുന്നത്. അപ്പോൾ അടുത്തത് പഞ്ചാബ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖമായിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. ബംഗാളിൽ അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് നേരിട്ട് അവസാനഘട്ട പരിപാടിയിൽ മുഴുകുമ്പോഴും പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് ഗോതിലേക്കുള്ള BJPയുടെ പടയോട്ടം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. 24 മണിക്കൂറും തെരഞ്ഞെടുപ്പ് മോഡിലുള്ള പാർട്ടിയാണ് BJP. മറ്റ് പാർട്ടികൾ പോലല്ല. അവരെല്ലാ ദിവസവും എല്ലാ കാലവും എല്ലാ നിമിഷവും എങ്ങനെ ഭരണം പിടിക്കാം അതിന് ഏതറ്റം വരെയും പോകാനും അവർ തയ്യാറാണ്. അത് ഒരു സംസ്ഥാന ദൗത്യം കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കാനും വിശ്രമിക്കാനും നിൽക്കാതെ അടുത്തത് എങ്ങനെ, അതായത് ഇന്ത്യ മുഴുവൻ എങ്ങനെ BJPയുടെ ചലനം കൊണ്ടുപോകാമെന്നുള്ളതാണ് RSS സംഘപരിവാർ പരിപാടി. അവരതുകൊണ്ട് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ്. മറ്റ് പാർട്ടികളെ പോലെ ആനന്ദിച്ച് അർമാദിച്ച് ഒന്ന് കിട്ടി ഇനി 5 വർഷം കഴിയട്ടെ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ 7 രാജ്യസഭാ MP-മാരെയാണ് അവരിപ്പോൾ ഓപ്പറേഷൻ ലോട്ടസ് ആണെന്ന് AAP നേതാവ് സഞ്ജയ് സിംഗ് ആരോപിക്കുന്നത്. എന്നാൽ എന്ത് ആരോപണം ഉണ്ടായാലും BJPയുടെ രീതികൾ ഇനിയും മറ്റുള്ളവർ വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് AAP പുലർത്തിയ നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. BJPയെ നമ്മുടെ പാർട്ടി വേറെയാണ്, ഇത് നിങ്ങൾക്ക് തിരിയൂല എന്ന് പറയുന്ന കാരശ്ശേരി മാഷിന്റെ ഒരു ഡയലോഗിൽ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് തിരിയൂല, ഇത് വേറെയാണ് പാർട്ടി, വേറെയാണ് ലെവൽ. പഞ്ചാബിൽ കോൺഗ്രസിലെ തകർച്ചയ്ക്കാണ് ആം ആദ്മി വഴിയൊരുക്കുന്നതെങ്കിൽ ആം ആദ്മിയെ തകർത്തുകൊണ്ട് BJP വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ രാഘവ് ഛത്തയുടെ നേതൃത്വത്തിൽ 7 MP-മാർ, ഇനി 3 MP-മാരേ ഉള്ളൂ. അവരും വരാൻ റെഡിയായി നിൽക്കുന്നു, അല്ലെ പോകാൻ റെഡിയായി നിൽക്കുന്നു എന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും പഞ്ചാബിലെ 10 MP-മാരെയും കൊണ്ടുപോയിക്കൊണ്ട് അവിടെ വലിയ തേരോട്ടമാണ് നടത്തുന്നത്. ബംഗാളിൽ 90%-ലധികം വോട്ട് വന്നപ്പോൾ 92 ലക്ഷത്തോളം വരുന്ന കള്ള വോട്ട് അവിടെ നിന്ന് മാറിയപ്പോൾ
സ്വാഭാവികമായി BJP അധികാരത്തിനടുത്തെങ്കിലും എത്തും, വളരെ വലിയ ഭൂരിപക്ഷത്തിലെത്തും, ഒരുപക്ഷെ അധികാരത്തിലെത്തുമെന്നാണ് മോദി അമിത്ഷാ ത്രയം കൂട്ടുകെട്ട് കണക്കുകൂട്ടുന്നത്. അവിടെയാണ് വീണ്ടും ബംഗാളിൽ അവർ നിൽക്കുമ്പോഴും കണ്ണ് പഞ്ചാബിലാണ്. അതാണ് BJP. പഞ്ചാബിൽ നിൽക്കുമ്പോൾ കേരളമാണ് കണ്ണ്. അങ്ങനെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും ഭരണം കൊണ്ടുവരുന്നതിനുള്ള അതിബൃഹത്തായ പദ്ധതികളുമായി 2047 അവരുടെ ലക്ഷ്യം. 2047 വികസിത ഭാരതം എന്ന് പറയുമ്പോൾ അതുവരെ ഭരിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ വീണ്ടും രംഗത്തുണ്ട്. പഞ്ചാബിനെ അവർ കീഴടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 10 എംപിമാരിൽ 7 പേരെയും കൊണ്ടുപോയിരിക്കുന്നവർ ചെറിയ ആളുകളല്ല. രാഘവ് ഛദ്ദ അടക്കമുള്ള വളരെ പ്രമുഖരായിട്ടുള്ള പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയിലെ നേതാക്കളാണ്. ഇവരെല്ലാം ഒരു പരിധിവരെ പണ്ടത്തെ കോൺഗ്രസ്സുകാരായിരുന്നു. അവിടെ നിന്നാണ് പിളർത്തിക്കൊണ്ട് ആം ആദ്മി വരുന്നത്. ആം ആദ്മിയെ പിളർത്തിക്കൊണ്ട് ഇതാ BJPയിലേക്ക് ചേക്കേറ്റം ആരംഭിച്ചു. 10ഓളം എംപിമാർ, അതിൽ 7 പേര് ചേർന്ന് കഴിഞ്ഞു. അതിലൊരാൾ വനിതയാണ്. അങ്ങനെ 3 പേർ ആൾറെഡി ചേർന്നു, ബാക്കിയുള്ളവർ ചേരാൻ റെഡിയായി നിൽക്കുന്നു. എന്തായാലും രസകരമാണ്. പഞ്ചാബ് BJP കൊണ്ടുപോകും.